നമസ്കാരം. നമ്മൾ മറ്റൊരു വീഡിയോയുമായിട്ട് ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ കാൽസ്യം അടങ്ങിയിരിക്കുന്ന കക്ക ഒരു ഫ്രൈ ഉണ്ടാക്കുന്നത് നമ്മുടെ ഇറച്ചി കറി പോലെ തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് ഉണ്ടാക്കുന്ന ആണ് കാണിക്കുന്നത്. ആദ്യം നമ്മൾ ഒരു 1/2 കിലോ കക്കായാണ് വൃത്തിയാക്കി എടുത്തേക്ക് അല്ലേ? കഴുകി വൃത്തിയാക്കിയ കക്ക ആദ്യം നമ്മള് ഇത് ചെയ്യേണ്ടത് നന്നായിട്ട് ഒരു മൺചട്ടിക്കകത്താണ് അല്ലേ? മൺചട്ടി നിർബന്ധമൊന്നുമില്ല, നമുക്ക് മൺചട്ടി ഉള്ളത് കൊണ്ട് മൺചട്ടിക്കകത്തോട്ട് ഇട്ടു. എന്നിട്ട് ഇതിന്റെ അകത്തേക്ക് ഒരല്പം ഇത് തിളപ്പിച്ചത്, ഇത് പുഴുങ്ങിയെടുത്തതാണ് സാധാരണ അല്ലേ? അല്പം മഞ്ഞൾപ്പൊടി, ഒരു അല്പം ഉപ്പ് സോൾട്ട് അല്ലേ, ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് 2 വലിയ ഒരു കൊടംപുളി കഷ്ണം കണ്ടോ, അതിൻ്റെ ഫിറ്റിങ് ഞാൻ പറഞ്ഞു. 2 കൊടംപുളി, പിന്നെ ഒരല്പം വെള്ളം. ഇത് വേകാനായിട്ടുള്ള ഇത് ഈ കക്ക നമ്മളിങ്ങനെ എടുത്ത് വെന്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ വീണ്ടും ഇതൊന്ന് തിളപ്പിച്ച് വൃത്തിയാക്കാൻ പോകാം. അപ്പം ഈ പുളി മഞ്ഞപ്പൊടി ഇട്ടപ്പം ഇത് എന്നിട്ട് അടുപ്പ് കത്തിച്ചു. അതിലേക്ക് ഈ സാധനം അടുപ്പത്തേക്ക് വെച്ച് അടച്ച് വെക്കാൻ പോവാണ്. അപ്പം നമ്മൾ എന്തൊക്കെ ഇട്ടു? ഒരു ചട്ടിക്കകത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രത്തിൻ്റെ അകത്ത് നന്നായിട്ട് കഴുകിയ മഞ്ഞൾപ്പൊടി ഇട്ടു, കൊടംപുളി ഇട്ടു, വെള്ളം ഒഴിച്ചു, ഇച്ചിരി ഉപ്പ് ഇട്ടു അല്ലേ? അപ്പൊ ഇത്രയാണ് ചെയ്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് തിളച്ച്, അന്നേരം ഇത് നന്നായിട്ട് തിളച്ച് നല്ല വൃത്തിയാകുമ്പോ ഈ കക്കായുടെ ഉള്ളിലുള്ള ഇതൊക്കെ കുറച്ചൊക്കെ കണ്ടില്ലേ കുറച്ച് മാലിന്യമൊക്കെ കക്കായിക്കൊണ്ട് നമ്മൾ പണ്ടൊക്കെ വീടുകളിൽ ചെയ്യുന്ന ഓരോന്നെടുത്ത് വൃത്തിയാക്കി. ഇപ്പൊ അതൊന്നും പ്രായോഗികമല്ല. അപ്പൊ ഇത് കാൽസ്യത്തിന്റെ ഒരു കലവറയാണ്. കാൽസ്യം പിന്നെ നമ്മൾ സ്റ്റോൺ പാർട്ടികൾക്ക് അല്ലേ, കിഡ്നി സ്റ്റോണ്, മൂത്രത്തിക്കല്ല, ഇതുപോലുള്ള രോഗികൾക്ക് ഇത് ഒരിക്കലും കഴിക്കാൻ പറ്റാത്തൊരു സാധനമാണ്. അത് എന്താണ്, ഈ കാൽസ്യത്തിന്റെ അളവ് കൂടുതൽ. കാൽസ്യം മൂത്ര സഞ്ചിക്കകത്തും ഒക്കെ അടിഞ്ഞു കൂടും, കിഡ്നിക്കകത്തൊക്കെ അടിഞ്ഞു കൂടുന്നതാണ് ഈ കിഡ്നി സ്റ്റോൺ വരാൻ കാരണമെന്ന് ഡോക്ടർ അപ്പം നമുക്ക് കക്ക നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആയിട്ട് ചെയ്തെടുക്കാം. അപ്പം ഇത് ഞാൻ ഈ പുളി ഇട്ടത്, ഈ പുളി ഇതേലൊന്നും കയറി പിടിക്കത്തില്ല. എന്നിട്ട് ഈ പുളി ഈ മഞ്ഞളും ഉപ്പും കൂടി ഇതിന്റെ അകത്ത് നന്നായിട്ട് തിളച്ചിറങ്ങുമ്പോ ഇതിന്റെ കുറച്ച് മാലിന്യങ്ങളൊക്കെ അല്ലേ, ഇതൊരു ജീവിയല്ലേ, കക്ക എന്ന് പറഞ്ഞൊരു ജീവിയാണ് അല്ലേ, അതിന്റെ അകത്ത് കുറച്ച് മാലിന്യങ്ങളൊക്കെ കുറച്ചൊക്കെ ജീവനുള്ള കക്ക ഉണ്ട്. അപ്പൊ ഇത് തിളയ്ക്കുന്നിടം വരെ നന്നായിട്ട് തിളച്ച് ഇതിൻ്റെ അകത്തെ കുറച്ച് കാണിക്കാം. നമുക്ക് ഈ ചട്ടിക്കകത്ത് കുറച്ച് ഇങ്ങനെ അഴുക്കുകൾ പൊങ്ങി വരുന്നതായിട്ട് കാണിക്കാം പാടം പോലെ. അപ്പം അത് കഴിഞ്ഞ് ഇത് വീണ്ടും നമ്മളൊരു അരിപ്പ പാത്രത്തിലേക്ക് അരിപ്പ പാത്രത്തിലേക്ക് മാറ്റിയിട്ടാണ് അവസാനം നമ്മൾ തേങ്ങാക്കൊത്തും സവോള, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് അതുപോലെ ഇതെല്ലാം കൂടെ ചേർക്കുന്നത് അല്ലേ. അപ്പം നിനക്ക് കൂട്ടാം, അച്ചാച്ചിക്ക് കൂട്ടാൻ പറ്റില്ല അല്ലേ? എല്ലാ മീനും കൂട്ടാൻ പറ്റുമോ? ഇത് കണ്ടോ, നമ്മൾ മുമ്പേ അടുപ്പത്ത് വെച്ചാണ് അത് ഓഫാക്കണം. കണ്ടോ, അതിൻ്റെ മണ്ടയ്ക്ക് ഇതിൻ്റെ ഈ ചുണ്ണാമ്പിൻ്റെ ഒക്കെ മാലിന്യം പോലൊക്കെ വന്നതുകൊണ്ട് ഇനി നമ്മൾ ഇതൊരു അരിപ്പ പാത്രത്തിലേക്ക് അരിച്ച് അതിൻ്റെ വെള്ളം പോകാനായിട്ട് നല്ല പോലെ ഫ്രൈ ആയിട്ട് നമുക്ക് ഫ്രൈ ആയിട്ട് എടുക്കത്തില്ല, നല്ല അപ്പോൾ ഇത് കണ്ടോ ആ ചട്ടിക്കകത്തായതുകൊണ്ടാണ് ഇത് നിർത്തിയിട്ടും വീണ്ടും അത് തിളയ്ക്കുന്നതാണ്. അപ്പം ഈ പുളി കഷ്ണം എടുത്ത് കളഞ്ഞിട്ട് ഇത് കക്ക ഈ മെതേഡ് നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കുക. വളരെ നല്ല ഒരു കമർപ്പില്ലാതെ നമുക്ക് സാധാരണ ചില കക്ക ഒക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ അതിനൊരു കാൽസ്യം ഇച്ചിരി ഓവറായിട്ട് വേണം. അപ്പോൾ ഇതിന് കുറച്ച് ഏറെ ഇതിൻ്റെ കാൽസ്യം കണ്ടൻറ്റൊക്കെ കുറച്ച് പോവും. അപ്പോൾ ഇതിനി നമുക്ക് ഒന്ന് ഊറ്റിയെടുക്കാം. എന്നിട്ട് അതിനുള്ള സവോള അതുപോലെ എന്തൊക്കെ വേണം, ബാക്കി മുമ്പേ തിളപ്പിച്ച് ഊറ്റി വൃത്തിയാക്കി അത് പുളി കഷ്ണമൊക്കെ ഇട്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ എണ്ണ അടുപ്പത്ത് വെച്ചു. തീ കത്തുന്നു, ചൂടായി. അതിലേക്ക് 2 വറ്റൽമുളക് പടപടാന്ന് അതിപ്പോഴത്തെ ഇതിപ്പം ഇതിട്ടതുണ്ടോ
ഇത് ആദ്യം എണ്ണ ഇതിൻ്റെ അകത്തൊഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഉലുവ ഇട്ടു, കടുകിട്ടു. അത് കഴിഞ്ഞിട്ട് തേങ്ങാപ്പൊത്തിട്ടു, പട്ടിമുളക് ഇട്ടു, കരിയാപ്പില ഇട്ടു. 3 ഐറ്റങ്ങൾ ഇട്ട് ഇളക്കുക അല്ലേ. അപ്പം ആദ്യം നമുക്ക് ഇത് വെളിച്ചെണ്ണയാണ്, പക്ഷേ പാത്രത്തിൽ കൊടുക്കും. എന്നിട്ട് ഇത് മൂക്കത്തിന് വരെ നമുക്കൊന്ന് ഇളക്കാം അല്ലേ. ഫ്രൈ ഐറ്റത്തിനൊക്കെ നമ്മൾ ഇച്ചിരി പെരിഞ്ചീരകം ഇടുകയാണ്. പെരിഞ്ചീരകം ഇട്ട് കേട്ടോ. ഇത് മൂത്തു. അതിലേക്ക് നമ്മൾ പെട്ടെന്ന് ഒരു വലിയ സവോളയും 5-6 പച്ചമുളകും കൂടെ അതിലേക്ക് ഇനി നമ്മൾ ഈ സവോള ഒന്നും നമുക്ക് വാട്ടണോ ഒന്നും വാട്ടണ്ട. എന്നാണ് അത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അപ്പോൾ ഇത് കണ്ടമാനം ഒരു അല്പം എന്താണ് നമ്മൾ കക്കായിക്കകത്ത് എന്തിട്ടിട്ടുണ്ട്, ഉപ്പിട്ടിട്ടുണ്ട് അല്ലേ. അപ്പം അതുകൊണ്ട് ഇതിനൊരല്പം ഒരു ചെറിയ ഉപ്പില അല്ലേ. അപ്പം ഒരല്പം ഇട്ടിട്ട് അപ്പോൾ ഇതിലെന്തൊക്കെ ഇട്ടു? എണ്ണയ്ക്കകത്ത് കടുക്, വറ്റൽമുളക്, തേങ്ങാക്കൊത്ത്, സവോള, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില. പിന്നെ അതിലെന്തൊക്കെ പച്ചമുളക്, പെരിഞ്ചീരകം. ഇനി ഇതിന് വേണ്ട മസാലകൾ ചേർക്കണം. മഞ്ഞൾപ്പൊടി ഒരല്പം. എന്താണ് കക്ക മഞ്ഞൾപ്പൊടി ഇട്ടാണ് വേവിച്ചിരിക്കുന്നത്. അടുത്തത് നമ്മളൊരല്പം മല്ലിപ്പൊടി, ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി. പിരിയമുളക് പൊടിയാണ് നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത്. അത് ഒരു 2 സ്പൂൺ. അല്പം മീറ്റ് മസാല. ഇത്രയും മസാലകൾ. ഇനി ഗരം മസാല, കുരുമുളക് പൊടി അതൊടുവിൽ ഇടാം. അതെ, ഇപ്പം കണ്ടോ. അപ്പം നമ്മൾ ഈ പച്ചമണം മാറുന്നത് വരെ ഇത് ഒന്ന് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചിട്ട് ഈ കക്ക നമ്മൾ അതിലേക്ക് വളരെ എന്താണ് കേട്ടോ ഈ നല്ല മസാലയ്ക്കകത്തേക്ക് ഈ കക്കായിട്ട് അതിലെ പുളി കഷ്ണമെല്ലാം കളഞ്ഞു. എന്നിട്ട് അതിട്ട് ഇളക്കേണ്ട തോർത്തി വെച്ചിരിക്കുന്നത് കക്ക കൂടെ ഇട്ട് കൊടുത്തു. ഇനി ഇട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യണം? ചെറുതായിട്ട് ഇളക്കി യോജിപ്പിക്കണം അല്ലേ. എന്നിട്ട് അതിലേക്ക് ഇത് പറ്റി വരുമ്പോഴത്തേന് ഇനി നമുക്ക് ഗരം മസാലയും കുരുമുളക് പൊടി അല്ലേ. ഗരം മസാലയും ഗരം മസാല ഉണ്ട്. ഇട്ടു. ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. ഈ കുരുമുളകിൻ്റെ മണം ഇച്ചിരി മുന്നേ നിൽക്കുന്നത് നല്ലതാണ് കേട്ടോ. കുരുമുളക് പൊടി, മല്ലിപ്പൊടി ഇട്ടു. അതിൻ്റെ ശേഷമാണ് കുരുമുളക് പൊടി ഇടുന്നത്. ഇനി ഒരല്പം വെളിച്ചെണ്ണ ഇച്ചിരി കൂടെ കൊടുത്തേക്കാം അല്ലേ. നമ്മുടെ ഉരുളി കരിയാതിൻ്റെ വെളിച്ചെണ്ണ ഒഴിച്ചു. ഇത് നമുക്ക് ഇളക്കി നല്ല ഉണക്കി തോർത്തിയെടുക്കും അല്ലേ. ഇച്ചിരി അവസാനമായിട്ട് കുറച്ച് കുരുമുളക് പൊടി കൂടെ ഇട്ട് നമ്മളിത് നിർത്തുകയാണ്. കുരുമുളക് പൊടിയുടെ മണം നല്ല രീതിയിൽ ഇതിൻ്റെ മണം കിടക്കണം. പിന്നെ 2 പെരിഞ്ചീരകം കൂടെ ഇട്ട് നമ്മൾ നിർത്തുകയാണ്. ഇത് നമ്മൾ വീടുകളിൽ നോക്കണം. ഞാൻ ആ കുടംപുളി ഇട്ട് അതിൻ്റെ പുളിയൊന്നും ഇതിൽ കക്കായിറച്ചിയിലൊന്നും പിടിക്കത്തേ ഇല്ല. ഇത് നമുക്ക് ഇത് നിർത്താം. നമുക്ക് ഇതുപോലുള്ള വിഭവങ്ങൾ നിങ്ങൾ വീടുകളിൽ സാധാരണ ഇത് മേടിക്കും. താല്പര്യമുള്ള ആളുകൾ കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടമാണ്. പിന്നെ നമ്മൾ സ്മോൾ പാർട്ടികൾക്കാണ് ഇത് കക്ക ഫ്രൈ ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളത്. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള വിഭവങ്ങൾ നിങ്ങൾ വീടുകളിൽ ഞാനും കാണിക്കുന്നത് പോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് എല്ലാവർക്കും അറിയാം. എന്നാലും വീണ്ടും ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയത് നല്ല കക്കയുടെ കുത്തലൊക്കെ അതൊന്ന് മാറി കിട്ടുന്നുണ്ട്. സൂപ്പറായിരിക്കും. ഒരു സർവീസ് ബൗളിലേക്ക് ഇത് മാറ്റിയാണ് ഇത് ഓഫാണ്.